ശിവാനി സൂപ്പർ പാട്ട് സെലക്ഷൻ. താങ്ക് യു. ഇതാരാ പാടിയത്? MG സർ. അങ്ങനെ ആരാ പാടിയത്? MG സർ. അപ്പൊ MG സാർ എന്തെങ്കിലും എക്സ്പ്രഷൻ കാണിക്കാമല്ലോ. പക്ഷെ ഐ എം പ്രൗഡ് ഓഫ് യു. ഞാനോട് പറഞ്ഞു ഇപ്രാവശ്യം ഒന്നും തെറ്റിക്കരുത്, എല്ലാം കറക്റ്റ് ആയിട്ട് പാടണം. പക്ഷെ ഗുഡ് ഗുഡ്. അശ്വിൻ പാടിയത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അശ്വിനെ ചേച്ചി അവിടെ നിന്ന് വഴക്ക് പറയുന്ന ഞാൻ കണ്ടു. അശ്വിൻ അവിടെ ആരും നുള്ളിയതുപോലെ കേൾക്കുന്നില്ല. ഓക്കെ MG സാർ. ശിവാനി സർ. നല്ലൊരു പാട്ടാണ്. കാരണം എപ്പോൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു ഉന്മേഷം തോന്നുന്ന ഒരു പാട്ട്. ഇതിന്റെ സംഗീത സംവിധാനം കണ്ണൂർ രാജൻ മാസ്റ്റർ. എഴുതിയത് ഷിബു ചക്രവർത്തി സർ. പാടിയത് ഞാൻ. പിന്നെ ചിത്രം. ഓക്കെ, നന്നായിരുന്നു. രസമായിട്ട് പാടി കേട്ടോ. 2-3 സ്ഥലങ്ങളാണ് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പാടത്തോ പല്ലവിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അനുപല്ലവിയില് ഓലത്തുമ്പത്ത് കഴിഞ്ഞിട്ട് വരുന്ന പാടം കൊയ്യുമ്പോൾ ആ ഒരു പോർഷൻ മോക്കെത്തിയോ എന്നൊരു സംശയമുണ്ട്. അടുത്തത് പുഴയോരത്ത് പോയി കളിയും ചിരിയും അത് കളിയും ചിരിയും ആ ഒരു കളിയും ചിരിയും നുകരാം. പിന്നെ എന്റെ പൊന്നുമോനെ നീ ഉണ്ടല്ലോ, നിന്നെ എന്തോ കടിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അശ്വിൻ എന്തോ അതുവരെ നല്ല രസത്തിൽ വന്നിട്ട് പെട്ടെന്നൊരു ഭീകര ഐറ്റത്തിലേക്ക് പോയത്. നിനക്ക് എന്തോ പറ്റിയത്? ഞാൻ ഉദ്ദേശിച്ച സംഗതിയല്ല തൊണ്ടയിൽ വന്നത്. അതിനകത്ത് എന്ത് സംഗതി ഇരിക്കുന്ന ചുമ വെറുതെ ഒന്ന് പാടിക്കും. ശരിക്കും ആരോ കടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് എന്തോ ടേക്ക് ഓഫ് വരെ കറക്റ്റ്. ഇത് മോനങ്ങനെ പാടിയപ്പോഴേ നന്നില്ലേ? ഇതാ ഇവിടെ വരെ എന്നൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇതാ ഇവിടെ വരെ ഈ യുഗ സംഗമ സന്ധ്യ വരെ യുഗപരിണാമത്തിൻ പാരര ഇതാ അവിടെ എക്കോ ഒക്കെ വരും. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ പാട്ടുകാരൻ പാടും. അപ്പം അങ്ങനെ പണ്ട് ഈ ഉത്സവപ്പറമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവിൻ്റെയൊക്കെ കൊമ്പയിലൊക്കെ ആയിരിക്കും വലിച്ചു കെട്ടി വയ്ക്കുന്നത്, ടാർപ്പാളമൊക്കെ. നല്ല നീറും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇയാൾ പാൻ്റ് ഇട്ടുകൊണ്ട് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് നീറെന്ന് പറഞ്ഞാൽ അറിയാമോ? നീറെന്ന് ചുമന്ന കളറിലുള്ള ഒരു ഐറ്റം കടിക്കും, നല്ല കടിയാ. അത് കടിച്ചാൽ വിടത്തില്ല. അങ്ങനെ ഇയാൾ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം ഒരു 3-4 നീറ് അകത്തോട്ടം കയറി. അവസാനം ഈ പാട്ടുണ്ടല്ലോ പാടുന്ന മോൻ പാടിയ പോലെ ഇരുന്നു. ഇതാ ഇവിടെ വരെ ഈ യുഗ സംഗമം. നമ്മളൊക്കെ എന്ത് പറ്റി? നീർ അശ്വിൻ നീറി പുകയുന്നുണ്ട്. അതെ, എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മയാവുന്നത്. കാരണം അയാള് ഞാനും കൊണ്ട് 2 പാട്ട് പാടാൻ പുറയിലിരിപ്പുണ്ട്. അയാൾ മുഖ്യ ഗായകനാ. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വിഷണ്ണനായ സത്രാജിത്തിനെ പോലെ ഞാൻ ഇതാ ഇവിടെ വരെ ഈ യുഗ സംഗമം പാടിയപ്പോൾ അതാ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, ആ ഒരു പോർഷൻ. പിന്നെ ഇതേ സെയിം പോർഷനാണ് എനിക്ക് ആ ദൂരപ്പകലിന്റെ തുടക്കം. പാടിക്കും. ദൂരപ്പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ പാടി തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളേ നറുതേൻ മൊഴിയേ കഥ കേൾക്കൂ. പിന്നെ അവൻ വന്ന് മിസ്റ്റർ നീർ ഇങ്ങനെ
ഒന്ന് രണ്ട് സ്ഥലമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഓർക്കസ്ട്ര ഫാന്റാസ്റ്റിക് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഓർക്കസ്ട്ര സൂപ്പർ, ബ്യൂട്ടിഫുൾ. എന്തായാലും താങ്ക് യു ഫോർ ദ സോങ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ശരത് സർ. ശിവാനി, സർ നല്ല പാട്ട് ശിവാനി, നല്ല എന്താ തുടങ്ങുമ്പം തന്നെ എന്തൊരു സുഖമാണ്. ആ ഓപ്പണിങ് കേൾക്കുമ്പം തന്നെ ഒരു കുളിരാണ്. നന്നായിട്ട് പാടി. എനിക്കിതിൽ മിസ്സായ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷക്കുറവ് ഫീൽ ചെയ്തു. ഇപ്പം ചരണം പാടുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു പാത്തോസ് ആണ്, പാത്തോസ് വേർഷനാണോ ഈ പാടുന്നത് തോന്നി. ആ ദൂരെ പകലിൻ്റെ ഒന്ന് പാടിക്കേ. ദൂരെ പകലിന്റെ താനാനി എന്ന് പറയുമ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു. നീറാണ് സത്യം. ഞാൻ എവിടെ കരയായിരുന്നു. ഇത്തിരി സന്തോഷമായിട്ട് പാടിക്കൂടെ? ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ പാടി തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ നറുതേൻ മൊഴിയെ ഇനി നീ അറിയൂ ഹൃദയം പറയും കഥ കേൾക്കൂ. ഇപ്പോഴാണ് അതിന്റെ ഒരു അത് ഭംഗിയായിട്ട് വന്നത്. ഇപ്പൊ നന്നായി. ആ കൂ കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കണം കേട്ടോ. രണ്ട് സ്ഥലത്തും അവനെ വഴി തെറ്റിച്ചതിന് ഒരു പങ്ക് നിനക്കും കൂടെ ഉണ്ട്. അവൻ നീറായതിന്റെ പിന്നിൽ നീയാണ് നീറി പുകയേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷേ ഒരു എന്താ പറയണ്ട, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുഖമുള്ള ഒരു മെലഡി. അതെൻ്റെ അമ്മായിയച്ഛൻ്റെ പാട്ടും കൂടെ ആയതുകൊണ്ട് കുറേയും കൂടെ സന്തോഷം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഷാനിക്ക. ശിവാനി സർ നന്നായിട്ട് പാടി ശിവാനി. താങ്ക് യു സർ. ഒന്നാമത് ഇദ്ദേഹം ഭയങ്കര ബ്രൈറ്റായിട്ട് പാടി വച്ച ഒരു പാട്ടാണിത്. കാരണം പാടം പൂത്ത കാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വിഷൻ നമ്മളിലേക്ക് എത്തും. ഒരു ഫുൾ നോട്ട് കൂടിയിട്ട് ആ അനുപല്ലവി ഒന്ന് പാടോ? ഓലത്തുമ്പത്തൊരു ഞാലു കെട്ടി നീ ഓണപ്പാട്ടൊന്നു പാടി പാടം കൊയ്യുമ്പോൾ പാടാൻ പനന്തത്തെ നീയും പോരാമു കൂടെ പുഴയോരത്ത് പോയി തണലേറ്റിരുന്ന് കളിയും ചിരിയും നുകരാം. കൊള്ളാം കൊള്ളാം. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? വേണ്ട. അപ്പോൾ ഇത് എന്തായിരുന്നു സംഭവിച്ചത്? ഒറിജിനൽ സ്കെയിലിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോ അതോ കുറച്ചോ കൂട്ടിയോ? ഒരു ഹാഫ് നോട്ട് നമ്മൾ കുറച്ചു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ ഈ സ്കെയിൽ പാടിയപ്പോഴും വളരെ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആയിരുന്നു. ഇതായിരുന്നു ഈ പാട്ടിന് വേണ്ടിയിരുന്നത്. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പോൾ പാടിയത്. നേരത്തെ ഇച്ചിരി ഒരു സാഡ്നെസ്സിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. സാഡ്നെസ് അല്ല, ഈ സാഡ്നെസ്സും ഈ പാട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ശിവാനി, ചേച്ചി ഒന്നാമതൊരു ഉഗ്രം പാട്ട്. ഈ പാട്ടിന് തെങ് 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 ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എന്തൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് നമ്മൾ അങ്ങ് സന്തോഷിക്കും. നമ്മളെല്ലാവരും ആ ഒരു സ്വിങ്ങിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് പാടാൻ, എസ്പെഷ്യലി അനുപല്ലവി ഇപ്പം സാറ് കറക്റ്റ് ചെയ്യുമ്പം തന്നെ മോളത് പാടി നിർത്തി എന്നുള്ള ആ ഹമ്മിങ് ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങ് കയറി വരും. അതാണ് ആ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി. അത് ആ മനോഹരമായിട്ടുള്ള ഒരു കോമ്പോസിഷൻ. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. മോള് പാടിയതും വളരെ നന്നായി പാടി, എനിക്കിഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ എടുക്കണം. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഓർക്കസ്ട്ര സൂപ്പർ, പൊളിച്ചടുക്കി, ഉഗ്രം പാട്ട്. പിന്നെ നമ്മുടെ MG സാറിൻ്റെ വോയിസ്. സാർ സാറിൻ്റെ വോയിസ് എന്ന് പറയുന്നത് അതൊരു മാജിക്കൽ വോയിസ് ആണ്. വീണ്ടും വീണ്ടും ഈ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സാറിൻ്റെ വോയിസാണ് മനസ്സിലേക്കൂടി ഇങ്ങനെ ഓടുന്നത്. കാരണം എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും താങ്ക് യു സർ ഫോർ ദിസ് ലവ്ലി മെലഡി. മോളെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ക്യാപ്റ്റൻ MG സർ. 9.1. താങ്ക് യു സർ. ശരത് സർ. 9 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി. Okay, so total 18.1. Shivani, I am proud of you. താങ്ക് യു ചേച്ചി. Superstar.